പ്രിയപ്പെട്ടവരെ, ഡിസംബർ 25 എങ്ങനെയാണ് യേശുവിൻ്റെ ജനന തീയതിയായി മാറിയത് എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. ആക്ച്വലി വിശുദ്ധ ബൈബിളിലൊന്നും എഴുതിയിട്ടില്ല യേശു ജനിച്ചത് ഡിസംബർ 25-നാണ്. ഒരു യുനാനിമസ് ട്രഡീഷനും പാസ് ചെയ്തിട്ടുമില്ല 25-നാണ് ഈശോ ജനിച്ചതെന്നുള്ളത്. പക്ഷേ ദർ ആർ മൾട്ടിപ്പിൾ ട്രഡീഷൻസ്, മൾട്ടിപ്പിൾ തിയറീസ്. ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഈ ഡേറ്റ് ക്രിസ്തുവിൻ്റെ നേറ്റിവിറ്റി ആയിട്ട് ആഘോഷിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടപ്പോൾ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തു, ആ വീഡിയോയിൽ ഞാൻ എന്താണ് പറഞ്ഞത് വളരെ വ്യക്തതയോടുകൂടെ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വ്യക്തതയോടുകൂടെ, പാഗനിസത്തിൻ്റെ ഭാഗമായിട്ടല്ല ക്രിസ്മസ് ആഘോഷിച്ചതെന്നുള്ളത് ചരിത്രപരമായ തെളിവുകൾ നിരത്തിയാണ് വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു അങ്ങനെയല്ല, യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു പാഗൻ ദൈവത്തിൻ്റെ കോപ്പിയടിയാണ് എന്ന് പറഞ്ഞു. അതായത് ഇതിനെയാണ് മിത്തിസിസം എന്ന് പറഞ്ഞത്. മിത്തിസിസ്റ്റ് വാദികൾ ഉണ്ടാക്കിയ ഒരു കഥയാണിത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ മുഴുവൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കൂടെ ഇത് കേൾക്കണം. വെൽക്കം ടു ദ ന്യൂ വീഡിയോ. പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ വിവരണങ്ങൾ ഓസരീസ്, ഡയോണിസീസ്, അഡോണിസ്, ആറ്റിസ്, മിത്രാസ് തുടങ്ങിയ പുറംജാതീയ നാടോടി കഥകളിൽ നിന്ന് കടമെടുത്ത കെട്ടുകഥകളാണെന്നാണ് ഈ മിത്തിസിസ്റ്റുകൾ അവകാശപ്പെടുന്നത്. നസ്രത്തിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പുതിയ നിയമത്തിൻ്റെ വിവരണത്തിൻ്റെ അതേ കഥയാണ് ഈ മിത്തുകൾ എന്നാണ് അവകാശവാദം. സുവിശേഷ രചയിതാക്കൾ ഇത് പുരാണങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കഥകളിൽ നിന്ന് കടമെടുത്തതാണെന്നുള്ള അവകാശവാദങ്ങളെക്കുറിച്ചുള്ള സത്യം കണ്ടെത്തുന്നതിന് നമ്മൾ 4 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, ഈ അവകാശങ്ങൾക്ക് പിന്നിലെ ചരിത്രം പ്രധാനമായിട്ട് നമ്മൾ കണ്ടെത്തണം. വ്യാജദൈവങ്ങളെ ക്രിസ്തുവിനോട് കൂടെ താരതമ്യപ്പെടുത്തുന്നതിൻ്റെ യഥാർത്ഥ ചിത്രീകരണങ്ങൾ നമുക്ക് പരിശോധിക്കണം. മൂന്നാമതായിട്ട്, എന്തെങ്കിലും പറഞ്ഞു വെക്കുമ്പോൾ യുക്തിസഹമായ അബദ്ധങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ, അതായത് ഈ പോസ്റ്റരീസിൻ്റെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിത്രാസിൻ്റെയോ ഡയോണിസസിൻ്റെയോ ഒക്കെ കഥ പറഞ്ഞു വയ്ക്കുമ്പോൾ ദർ ഇസ് എ ലോജിക്കൽ മിസ്റ്റേക്ക് ഇൻ ടു ദിസ്. അതുപോലെ പുതിയ നിയമം അല്ലെങ്കിൽ സുവിശേഷങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹിസ്റ്റോറിക്കലി റിലയബിൾ ആണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ ഈ വാദങ്ങൾ നമുക്ക് പൊട്ടിച്ചെറിയാൻ പറ്റും. എവിടെ നിന്നാണ് ഈ സ്റ്റോറി തുടങ്ങിയതെന്ന് നമുക്കൊന്ന് ഹിസ്റ്ററിയിലേക്ക് കടന്നു പോവാം. 19-ാം നൂറ്റാണ്ടിലെ ലിബറൽ ജർമ്മൻ ദൈവശാസ്ത്രജ്ഞരുടെ രചനകളിൽ നിന്നാണ് യേശു ഒരു മിഥ്യയാണെന്നുള്ള അല്ലെങ്കിൽ ഒരു അതിശയോക്തിയോ ഒക്കെ ആണെന്നുള്ള ആദ്യത്തെ വാദം ഉടലെടുത്തത്. ഉദാഹരണത്തിന് ബ്രൂണോ ബെയർ അങ്ങനത്തെ ഒരു എഴുത്തുകാരനായിരുന്നു. മെസൊപ്പൊട്ടാമിയയിലെ തമ്മൂസ്, സിറിയയിലെ അഡോണിസ്, ഏഷ്യ മൈനറിലെ ആറ്റിസ്, ഈജിപ്തിലെ ഹെറോസ് എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ജനപ്രീതി ആർജിച്ച് മരിച്ച് ഉയർത്ത ഫെർട്ടിലിറ്റി ദൈവങ്ങളുടെ ഒരു പകർപ്പ് മാത്രമാണ് യേശു എന്ന് ഇവർ അടിസ്ഥാനരഹിതമായി വിത്തൗട്ട് എനി ഹിസ്റ്റോറിക്കൽ സപ്പോർട്ട് ഇവർ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളൊന്നും ഇന്നത്തെ അക്കാഡമിക് വിദഗ്ധർ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഇത് തെറ്റാണെന്ന് ചരിത്രം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ദർ ആർ ലോട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ബുക്സ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് നമ്മുടെ മുമ്പിൽ ഇന്ന് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് യേശു ഒരു റീക്രിയേറ്റഡ് തമ്മൂസ് ആണെന്നുള്ള വാദം സമകാലികന്, അതായത് ഇന്നത്തെ പണ്ഡിതന്മാർ അത് കംപ്ലീറ്റ് പഠിക്കുകയും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ റിലയബിലിറ്റി മനസ്സിലാക്കുകയും അത് അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇൻ്റർനെറ്റിൽ നമുക്കറിയാം പഴയ വീഡിയോകളും പുതിയ വീഡിയോകളൊക്കെ ആൾക്കാർ ഇങ്ങനെ ഡേറ്റ തെറ്റും ശരിയും ഒക്കെ നമ്മളിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാൾക്ക് ഇതുകൊണ്ട് ഉപയോഗം വരുന്നെങ്കിൽ വരട്ടെ. തെറ്റായ ഈ ഒരു പ്രബോധത്തിനപ്പുറം ശരിയായ കണ്ടെത്തലുകൾ ഉണ്ടെന്നുള്ളതും അത് നിങ്ങൾ തന്നെ പോയി മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ തെറ്റായ ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ബ്രൂണോ ബെയർ ഒക്കെ കുറേ 19-19 നൂറ്റാണ്ടിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ഇംഗ്ലീഷ് കവിയും അമച്വർ ഈജിപ്തോളജിസ്റ്റുമായ ജെറാർഡ് മാസി. ഈ ജെറാർഡ് മാസി അദ്ദേഹത്തിൻ്റെ നിർമ്മിതിയായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, നാച്ചുറൽ ജെനിസിസ് എന്ന പുസ്തകം. 1883 അദ്ദേഹം ഇത് എഴുതിയത്. അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ ഇങ്ങനെയാണ്: ഡിസംബർ 25-ന് ഇരുവരും കന്യകമാർക്ക് ജനിച്ചവരാണെന്നും ഇരുവരും ക്രൂശിച്ചുവെന്നും 3 ദിവസത്തിന് ശേഷം ഇരുവരും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവരാണെന്നും ഒക്കെയുള്ള അവകാശവാദങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. ഹോറസുമായിട്ട് ബന്ധപ്പെടുത്തി മാസിക്ക് ഇത് എഴുതിയത്. പക്ഷേ ഈ മാസിക്ക് ഈജിപ്തോളജിയിൽ ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലായിരുന്നു.
ഇത് ഹിസ്റ്ററി പറയുന്നതാണ്. ഈ പറഞ്ഞ എഴുത്തുകാരന് ശരിക്കും പറഞ്ഞാൽ ഈജിപ്തോളജിയിൽ ശരിക്കും പറഞ്ഞാൽ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ അവകാശവാദങ്ങൾ ഇപ്പോഴും, ഉദാഹരണത്തിന് DM മർഡോക്ക് അവരുടെ പുസ്തകമുണ്ട്, അതായത് 2009 ഇറക്കിയ ക്രൈസ്റ്റ് ഇൻ ഈജിപ്ത് ദ ഹോറസ് ജീസസ് കണക്ഷൻ എന്ന പുസ്തകത്തിലും, അതുപോലെ ടോം ഹാർപ്പർ 2005 അദ്ദേഹത്തിൻ്റെ ദ പാഗൻ ക്രൈസ്റ്റ് റിക്കവറിങ് ദ ലോസ്റ്റ് ലൈറ്റ് എന്ന പുസ്തകത്തിലൊക്കെ ഇതിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടിട്ട് യേശുവിനെ ഈ പറഞ്ഞ പ്രാചീന എന്താ പറഞ്ഞ ഫെർട്ടിലിറ്റി ദൈവങ്ങളെ, പ്രാചീന പുരാണ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കഥ അടിച്ചിറക്കി വിടുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഇത്രയും വ്യക്തിയോട് ഞാനിത് പറയുന്നത് നിങ്ങളിത് മനസ്സിലാക്കാനും ഇത് പോയി നോക്കാനും വേണ്ടിയിട്ടാണ്. പുരാതന കാലത്ത് ദൈവങ്ങൾ എന്ന് വിളിച്ചവ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ശരിക്കും നോക്കണം. ഉദാഹരണത്തിന് ഈജിപ്ഷ്യൻ ദൈവമായ ഹോറസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ ഹോറസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഇവർ ഈ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ഈ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് ഹോറസ് ഡിസംബർ 25 ഒരു കന്യകയിൽ നിന്ന് ജനിച്ചു, ഐസിസ് മേരി. കിഴക്കിലെ ഒരു നക്ഷത്രം അവൻ്റെ വരവ് പ്രഖ്യാപിച്ചു. നവജാത ശിശുവിനെ, രക്ഷകനെ ആരാധിക്കാൻ 3 രാജാക്കന്മാർ വന്നു, ഹോറസിനെ ആരാധിക്കാൻ വന്നു. 12-ാം വയസ്സിൽ ഹോറസ് ഒരു അധ്യാപകനായി, 30-ാം വയസ്സിൽ അദ്ദേഹം സ്നാനമേറ്റുവെന്നും ഹോറസിന് 12 ശിഷ്യന്മാരുണ്ടെന്നും ഹോറസ് ഒറ്റയ്ക്ക് കൊടുക്കപ്പെട്ടുവെന്നും ഹോറസ് ക്രൂശിക്കപ്പെട്ടുവെന്നും 3 ദിവസത്തിന് ശേഷം ഹോറസ് ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെയാണ് ഈ കഥകൾ അടിച്ചിറക്കിയിരിക്കുന്നത്. എന്നിരുന്നാൽ ഹിസ്റ്ററിയിൽ ഹോറസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ വാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് മനസ്സിലാവും. ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ. ഹോറസിനെ കുറിച്ചുള്ള യഥാർത്ഥ രചനകൾ നമ്മൾ കാര്യക്ഷമമായി പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് മറ്റൊന്നാണ്. ഹോറസ് ഐസിസ് മേരിയിൽ നിന്ന് ജനിച്ചു എന്ന് പറയും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ മേരി എന്ന പദം, ഈ വേർഡ് ഇംഗ്ലീഷ് വേർഡാണ്. വിശുദ്ധ ബൈബിളിലോ മത്തായിയുടെ സുവിശേഷത്തിലോ അല്ലെങ്കിൽ ലൂക്കാസിൻ്റെ സുവിശേഷത്തിലോ ഒക്കെ വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന യേശുവിൻ്റെ അമ്മയുടെ പേര് മറിയം എന്നാണ്, മേരി എന്നല്ല. ക്ലിയർ? അപ്പോൾ തന്നെ ആദ്യത്തെ പോയിന്റ് നമുക്ക് റെഫ്യൂട്ട് ചെയ്യപ്പെടാൻ പറ്റും. അതും ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇംഗ്ലീഷിൽ. ഈ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ ഗ്രീക്കും ഹീബ്രുവും അരാമിക്കലൊക്കെ എഴുതിയ ബൈബിൾ ഉള്ളപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കണം മേരി എന്നുള്ള പേര് ആണ് ഇവർ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അടുത്തത്, തിരുവെഴുത്തുകളുടെ മൂലഗ്രന്ഥങ്ങളിൽ പോലും ഈ മേരി എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇവർ പറയുന്നു ഈ ഐസിസ് ഒരു കന്യകയായിരുന്നു എന്ന്. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ ഈ ദൈവങ്ങൾ ഇവർ പറഞ്ഞ ഈ ദൈവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഐസിസ് ഓസിരീസിൻ്റെ വിധവയായിരുന്നു. ഓസിരീസിനോടൊപ്പമാണ് എന്തു പറഞ്ഞ ഹോറസിനെ ഇവർ ഗർഭം ധരിച്ചതെന്ന് പറയുന്നുണ്ട്. 2, ഹോറസ് ജനിച്ചത് ഡിസംബറിലാണെന്ന്, ഡിസംബർ 25 എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹോറസ് ജനിച്ചത് ഖോയക് മാസത്തിലാണ്, അതായത് ഒക്ടോബർ നവംബർ മാസത്തിലെന്നാണ് ഈ കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മിത്ത് കഥകൾ അങ്ങനെയാണ്, ഒക്ടോബർ നവംബർ മാസം. അതുമാത്രമല്ല, യേശു ക്രിസ്തു ഡിസംബർ 25 ജനിച്ചതെന്ന് ആര് പറഞ്ഞു? വിശുദ്ധ ബൈബിളിൽ അത് എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് അതുപോലെ മാച്ചാവും? അവിടെ തന്നെ ആ പോയിന്റ് റെഫ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. അതുപോലെ ഹോറസിന്റെ ജനന സമയത്ത് 3 രാജാക്കന്മാർ അദ്ദേഹത്തെ വന്ന് കണ്ടു. ക്രിസ്തുവിനെ 3 രാജാക്കന്മാർ ക്രിസ്തുവിനെ വന്ന് കണ്ട ജ്ഞാനികൾ അല്ലെങ്കിൽ വിദ്വാൻമാർ എത്ര എണ്ണം എന്നൊന്നും വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ല. അതും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ്. അതുപോലെ ഹോറസ് ഒരു തരത്തിലും ഒരു രക്ഷകനല്ലായിരുന്നു. അവൻ ആർക്കു വേണ്ടി മരിച്ചിട്ടില്ല. നിങ്ങൾ നോക്കി, 12-ാം വയസ്സിൽ ഹോറസ് ഒരു അധ്യാപകനായി എന്നുള്ളതും ചരിത്രത്തിലില്ല. ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. ഹോറസിനെ ഒറ്റയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇതിനകത്തില്ല. ഹോറസ് ഒറ്റയ്ക്ക് കൊടുത്തതായിട്ടും ചരിത്രത്തിലില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ലാതെ കള്ളക്കഥ മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതി വെച്ചതാണ്. ഇതുപോലെയാണ് ബാക്കിയുള്ള മിത്രാസിനെ കുറിച്ചായിരുന്നാലും ഡയോണിസസിനെ കുറിച്ചായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റു പേഗൻ ദൈവങ്ങളെക്കുറിച്ചൊക്കെയുള്ള കഥകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. ഹോറസിനെ കുറിച്ച് അനേകം നമ്മൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റും നമുക്ക് റെഫ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ജസ്റ്റ് ഇത്രയും പാത്രം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഫർദറായിട്ട് പോയി പഠിക്കുക. യേശു ക്രിസ്തു ഒരു മിഥ്യയാണെന്ന് വാദിക്കുന്നവർ യേശുവിനെ മിത്രാസുമായി താരതമ്യം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഹോറസിനെ പറഞ്ഞതുപോലെ തന്നെ മിത്രാസിനെയും ഇവർ കമ്പയർ ചെയ്തിട്ട് പറയുന്നുണ്ട്. കന്യകയിൽ നിന്ന് ജനിച്ചു, ക്രൂശിക്കപ്പെട്ടു, 3 ദിവസത്തിനുള്ളിൽ ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇതൊക്കെ ശരിക്കും തെറ്റാണ്. കാരണം ഹോറസ് ഈ മിത്രാസ് ജനിച്ചത് എവിടെ നിന്നാണ്? അവൻ ജനിച്ചതൊരു പാറയിൽ നിന്നാണ്, ഒരു സ്ത്രീയിൽ നിന്നല്ല. അതിങ്ങനെയാണ് പറയുന്നത്. അവൻ ആദ്യം സൂര്യനുമായി യുദ്ധം ചെയ്തു. പിന്നീട് സൃഷ്ടിയുടെ ആദ്യ പ്രവർത്തികൾ എന്താ പറഞ്ഞ കരുതപ്പെട്ട ഒരു ആദിമ കാളയുമായിട്ട് മിത്രാസ് അടികൂടി കാളയെ കൊന്നു എന്നൊക്കെയാണ്. പിന്നീട് അത് മനുഷ്യരാശിയുടെ ജീവന്റെ മണ്ണായി മാറി എന്നൊക്കെയാണ്. അപ്പോൾ പിന്നെ മിത്രാസിന് ചേരാൻ ഡിസംബർ 25 നേരത്തെ പറഞ്ഞ അതേ കാര്യം ഇവിടെയും ബാധകമാണ്. ക്രിസ്തു ഡിസംബർ 25 ജനിച്ചെന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നില്ല. അപ്പോൾ
ഈ വാദങ്ങളൊക്കെ തെറ്റാണ്. ഈ വാദങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് പല ആൾക്കാരും ഇന്നും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങളും പറയുന്ന ക്രിസ്തു ചരിത്രത്തിലെ മൂലക്കല്ലാണ്. നിങ്ങൾക്ക് ആരുമായിട്ട് വേണമെങ്കിലും ഉപമിക്കാം. ശ്രീകൃഷ്ണനായിട്ടോ ആറ്റിസ് ഡയോണിസിസ് ആയിട്ടോ മറ്റു പുരാണ ദൈവങ്ങൾ എന്നിവയ്ക്കൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യേശുവിനെ കമ്പയർ ചെയ്യാം. പക്ഷേ ക്രിസ്തു ചരിത്രത്തിൽ നിലനിൽക്കുന്ന ഇറ്റ്സ് ആൻ ഈവൻറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഹ്യൂമാനിറ്റി. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രത്യേകത. നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള കഥകളൊക്കെ മിത്തിസവും കഥകളൊക്കെ നിങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി റിലയബിൾ ആയിട്ടുള്ള ഒരു ഈവന്റ് ആയിരുന്നു ക്രിസ്തുവിന്റെ കുരിശുമരണമെന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ട്രൂത്ത്. ഇറ്റ് ഈസ് ദ ട്രൂത്ത് വിച്ച് യു കനോട്ട് ഹൈഡ്. നിങ്ങൾ ചിത്രീകരിക്കുന്ന ഈ യേശു ചരിത്രപരമായ അതുല്യനാണ്. പുറംജാതീയ മിത്തുകളുമായിട്ടുള്ള യേശുവിൻ്റെ കഥയുമായിട്ട് ആരോപിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സാമ്യങ്ങളൊക്കെ വളരെ അതിശയോക്തി നിറത്തിലാണ്. ഹോറസ്, മിത്രാസ് തുടങ്ങിയവരുടെ കഥകൾ ക്രിസ്ത്യാനിക്ക് മുമ്പുള്ളതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതിനു മുമ്പ് ചെയ്ത ഡിസംബറിലെ വീഡിയോ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോയിൽ വ്യക്തതയോടെ ഞാൻ കൃത്യമായിട്ട് അത് ബുക്കിൻ്റെ പേരിൽപ്പെടെ പറയുന്നുണ്ട്, ദ ക്രോണിക്കോൺ അല്ലേ. ആ പുസ്തകത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാറ്റർനേലിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദ അൺകോൺകേർഡ് സൺ തുടങ്ങിയ ആരാധനകൾ വന്നത് ഏത് AD 300 ശേഷമാണ്. അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ക്രിസ്തുവിൻ്റെ കുരിശുമരണം നടന്നിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ലോജിക്കലി ചിന്തിച്ചാൽ പോലും ഇതൊക്കെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം. ഇതൊക്കെ പുതിയ നിയമത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള വിഷയത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. പുരാതന കാലത്തെ മറ്റൊരു കൃതിക്കും അതിൻ്റെ ചരിത്രപരമായ കൃത്യതയ്ക്ക് പുതിയ നിയമത്തേക്കാൾ തെളിവില്ല. പുതിയ നിയമത്തിൽ ആ കാലഘട്ടത്തിൽ നിന്ന് നിലവിലുള്ള മറ്റൊരു പ്രമാണത്തെക്കാളും കൂടുതൽ എഴുത്തുകാർ അല്ലെങ്കിൽ മുൻകാല എഴുത്തുകാർ എന്നിവയുമുണ്ട്. കൂടാതെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റമെന്ന് അവകാശപ്പെട്ട് ഈ എഴുത്തുകാർ മരണത്തിലേക്ക് പോയി എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ചരിത്രം നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ, സത്യത്തിന് വേണ്ടി മരിക്കാൻ ചിലപ്പോൾ 1-2 പേര് തയ്യാറാവും, 100 കണക്കിന് പേര് ചിലപ്പോൾ തയ്യാറാവും സത്യത്തിന് വേണ്ടി മരിക്കാൻ. പക്ഷെ നിങ്ങളിവിടെ മനസ്സിലാക്കണം, ഒരു നുണയ്ക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ ശിഷ്യന്മാർ, ഈ 12 പേരും അതിനുശേഷം 1-2 നൂറ്റാണ്ടുകളിൽ അനേകർ ക്രൂശിക്കപ്പെട്ടത്, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തത് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർ കണ്ടതുകൊണ്ടാണ്, ക്രിസ്തു ദൈവമായിരുന്നത് കൊണ്ടാണ്. കൂടാതെ ഐതിഹ്യത്തിൻ്റെ ചരിത്രപരമായ വിവരണത്തിൽ പ്രവേശിക്കാൻ കുറഞ്ഞത് 2 തലമുറകളെങ്കിലും വേണ്ടിവരുമെന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. കാരണം ഒരു സംഭവത്തിന് ദൃക്സാക്ഷികൾ ഉള്ളിടത്തോളം പിശകുകൾ നിരാകരിക്കാനും പുരാണ അലങ്കാരങ്ങൾ തുറന്നു കാട്ടാനും ഒക്കെ കഴിയും. പുതിയ നിയമത്തിലെ എല്ലാ സുവിശേഷങ്ങളും ദൃക്സാക്ഷികളുടെ ജീവിതകാലത്ത് എഴുതപ്പെട്ടവയാണ്. പൗലോസിൻ്റെ ചില ലേഖനങ്ങൾ AD 50 എഴുതിയതാണ്. തൻ്റെ സാക്ഷ്യം പരിശോധിക്കാൻ പൗലോസ് സമകാലിക ദൃക്സാക്ഷികളോട് നേരിട്ട് അപേക്ഷിക്കുന്ന ഭാഗം വിശുദ്ധ ബൈബിളിലുണ്ട്. 1 കോറിന്തോസിൽ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിൽ ഇന്നും പലരും യേശുവിൻ്റെ ഉയർപ്പ് കണ്ട പലരും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്ന ഭാഗങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അപ്പോൾ കൃത്യതയോടുകൂടെ തന്നെ അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ പൗലോസ് ലീഹയെ ഈ എഴുതിയതിനെ അവർ വിമർശിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിമർശിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് പോലും 1-ാം നൂറ്റാണ്ടുകളിൽ കിട്ടിയിട്ടില്ല, 2-ാം നൂറ്റാണ്ടിൽ കിട്ടിയിട്ടില്ല, 3-ാം നൂറ്റാണ്ടിൽ കിട്ടിയിട്ടില്ല. അതായത് 28,000-ത്തിലധികം കോപ്പികളാണ് വിശുദ്ധ ബൈബിളിൻ്റെ ആദിമ പകർപ്പുകൾ ഉണ്ടായിരുന്നത് 1, 2, 3 നൂറ്റാണ്ടുകളിൽ. അതിലൊന്നിൽ പോലും ഇതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന, ഇതിനെ എതിർക്കുന്ന ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. കാരണം അതിൽ പലരും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അതുപോലെ 1-ാം നൂറ്റാണ്ടിൽ യേശുവിനെ മറ്റൊരു ദൈവവുമായി തെറ്റിദ്ധരിച്ചിട്ടില്ലെന്ന് പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പൗലോസ് ഏതൻസിൽ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ നഗരത്തിലെ ഉന്നത ചിന്തകന്മാർ ഉണ്ടായിരുന്നു അല്ലെ, വളരെ സഭാശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. അവരെന്താണ് പറഞ്ഞത്? അവൻ വിചിത്ര ദേവതകളുടെ പ്രഘോഷകനാണെന്നാണ് തോന്നുന്നത്. വിചിത്രമായ ഒരു കാര്യം പറയുകയാണ്. എന്താണ് കാരണം? അവൻ യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അവർ അവനെ കൊണ്ടുപോയി പറഞ്ഞു, എന്താണ് നീ പ്രഘോഷിക്കുന്ന ഈ പുതിയ ഉപദേശം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. നിങ്ങൾ ചില വിചിത്രമായ കാര്യങ്ങളാണ് ഞങ്ങളോട് ചെവിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പുനരുദ്ധാനം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ പറയണത് ഇല്ലോജിക്കലാണ്. അതിനാൽ ഇവയുടെ അർത്ഥം എന്താണെന്ന് നമ്മൾ കൂടുതൽ പരിശോധിക്കണം. അപ്പോസ്തല പ്രവർത്തനം 17-18-20 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കണം. വ്യക്തമായും പൗലോസ് മറ്റ് ദൈവങ്ങളുടെ കഥകൾ പുനരാവിഷ്കരിക്കുകയായിരുന്നെങ്കിൽ ഏതൻസുകാർ അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തത്തെ പുതിയതും അല്ലെങ്കിൽ വിചിത്രവുമായ പഠിപ്പിക്കലായിട്ട് എങ്ങനെ പറയുമായിരുന്നു? നിങ്ങൾ കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയേ.
ആ കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്ന കുറേ കഥകളായിരുന്നു ഈ പറഞ്ഞ മിത്രാസും ഈ പറഞ്ഞ ഡയോണിസിസും ഈ പറഞ്ഞവരും ഈ ഏതൻസിൽ പോയി. എങ്ങനെയാണ് ഇത് പൗലോസിന് പറയാൻ പറ്റിയ? ഒരിക്കലും അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവരൊരിക്കലും പറയത്തില്ല ഈ പുതിയ വിചിത്രമായ പഠിപ്പിക്കലുകൾ, അതായത് പുനരുദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, യേശുവിൻ്റെ കുരിശുമരണം ഉയർപ്പം പഠിപ്പിച്ചപ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ ചിന്തകന്മാർ ഗ്രീക്ക് ചിന്തകന്മാരായിരുന്നു. എപ്പിക്യൂറിയക്കാരും അതുപോലെ സ്റ്റോയിക് ചിന്തകരും ഒക്കെ അല്ലേ, അത്രയും വലിയ ചിന്തകരോടുള്ള ഫിലോസഫി അത്രയും മുന്നിൽ നിന്ന ഒരു സംസ്കാരത്തിന് മുമ്പിൽ പോയാണ് പൗലോസ് പറയുന്നത്. അവിടെ പോയിട്ട് പൗലോസിന് കൃത്യതയോടു കൂടെ യൂണീക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് പ്രസംഗിക്കുകയാണ് ചെയ്തത്. അവിടെ പോയിട്ട് അതിലെന്തെങ്കിലും ഒരു കോപ്പിയായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരാരും തന്നെ ഇത് അംഗീകരിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ബൈബിളിനെ വിമർശിക്കുന്നതിന് മുമ്പ്, യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ വിമർശിക്കുന്നതിന് മുമ്പ് ചരിത്രത്തിൽ നിന്നുകൊണ്ട് ലോജിക്കലിയും കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നസ്രത്തിലെ യേശു ദൈവമായിരുന്നു എന്നുള്ളതും അവൻ എനിക്കും നിനക്കും വേണ്ടി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.